വെൽക്കം ടു ഹെവൻലി വേ. ഹെവൻലി വേയുടെ പുതിയ ഒരു സെർമൺ നോട്ട്സ് വീഡിയോയിലേക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. 2025 ഏപ്രിൽ 13 ഞായർ ദിനത്തെ ആഗോള ക്രൈസ്തവ സഭ ഹോശന്ന ഞായറായിട്ടാണ് ആചരിക്കുന്നത്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ CSI സഭയും ഹോശന്ന ഞായർ ദിനത്തെ അതീവ പ്രാധാന്യത്തോടു കൂടെ തന്നെ ആചരിക്കുന്നു. ഈ ഹോശന്ന ഞായറിൽ CSI സഭ ധ്യാനിപ്പാനായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം ഇപ്രകാരമാണ്: ഹോശന്ന, കർത്താവെ രക്ഷിക്കണമേ. ഹോശന്ന, ലോർഡ് സേവ് us. ഹോശന്ന ഞായറിൽ നാം പ്രധാനമായും ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനവും യെരുശലേമിൽ അവൻ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച്, അവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആകുന്നുവല്ലോ. യേശുക്രിസ്തു യെരുശലേമിൽ ധൈര്യപൂർവം ചെയ്ത ശുശ്രൂഷയും പ്രവർത്തനങ്ങളും അതുമൂലം അവൻ നേരിടേണ്ടി വന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശു നേരിടേണ്ടി വന്ന അനന്തര ഫലങ്ങൾ എന്ന് പറയുന്നത് അവൻ സഹിച്ച പീഡാനുഭവവും കുരിശ് മരണവും ആകുന്നുവല്ലോ. ദൈവജനമായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ യാത്രയുമായിട്ട് ഉപമിക്കാറുണ്ടല്ലോ. യാത്ര എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവും ഒരുമിച്ചുള്ള ഒരു യാത്ര. പ്രത്യേകിച്ച് ഈ ഹോശന്ന ഞായറിൽ ചിന്തിക്കുന്ന യാത്ര എന്ന് പറയുന്നത് ശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു യാത്രയാണ്. നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 29 മുതൽ 40 വരെയുള്ള വചനങ്ങൾ ആകുന്നല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ അവിടെ യെരുശലേം ദൈവാലയത്തിൽ സഖര്യാവ് പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ അവിടെ യേശുവിന്റെ ശിഷ്യന്മാർ വന്ന് യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥന കഴിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ വിവരണം അനുസരിച്ച് യെരുശലേമും അതുപോലെ തന്നെ യെരുശലേം ദേവാലയവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവും യെരുശലേം ദേവാലയവും അതുമായി ബന്ധപ്പെട്ട ചിന്തകളും അതീവ പ്രാധാന്യം അർഹിക്കുന്നവ തന്നെയാണ്. ലൂക്കോസിന്റെ വിവരണം അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള യാത്ര വളരെ പെട്ടെന്ന് ഉടനെ സംഭവിച്ച ഒരു സംഗതിയല്ല. ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം അതിന്റെ 51 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷ വിവരണം അനുസരിച്ച് വളരെ നീണ്ട ഒരു യാത്രയായിട്ടാണ് യേശുക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള യാത്രയെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ എപ്പോഴാണ് യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്? 19 അധ്യായത്തിന്റെ 45 വാക്യത്തിലാണ് യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ചതിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19 അധ്യായം അതിന്റെ 45 വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. അതായത് 9 അധ്യായത്തിൽ യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സുകൊണ്ട് ഒരുങ്ങുന്ന യേശു 19 അധ്യായത്തിലാണ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. ലൂക്കോസിന്റെ വിവരണം അനുസരിച്ച് 10 അധ്യായങ്ങൾ യേശുവിന്റെ യെരുശലേമിലേക്കുള്ള യാത്രയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതീവ പ്രാധാന്യമുള്ള ഒരു യാത്രയായിട്ട് യേശുവിന്റെ യെരുശലേമിലേക്കുള്ള യാത്രയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ 10 അധ്യായങ്ങളിലൂടെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും ഉപദേശങ്ങളും പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുവാനാണ് ലൂക്കോസ് ശ്രമിക്കുന്നത്. ഈ 10 അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ആകെയുള്ള അധ്യായങ്ങളുടെ 40% വരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. എന്താണ് ഈ യാത്ര അർത്ഥമാക്കുന്നത്? സാധാരണയായി നാം എപ്പോഴും യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ഭൗതികമായ ഒരു യാത്രയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കാറുള്ളത്.
ഒരു ഭൗതികമായ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ യാത്ര എന്ന് പറയുന്നത് ഭൗതികമായ യാത്ര മാത്രമല്ല, അതിന് ആത്മീകമായ ഒരു തലം കൂടിയുണ്ട്. ഒരു ആത്മീയമായ യാത്ര, ഒരു ആത്മീയ തലത്തിൽ നിന്നും മറ്റൊരു ആത്മീയ തലത്തിലേക്കുള്ള യാത്ര, ഒരു വ്യവസ്ഥയിൽ നിന്നും മറ്റൊരു വ്യവസ്ഥയിലേക്കുള്ള യാത്ര, ഒരു ആത്മീയ ഘടനയിൽ നിന്നും മറ്റൊരു ആത്മീയ ഘടനയിലേക്കുള്ള ഒരു യാത്ര. ഒരിക്കൽ ഒരു മനുഷ്യൻ, വളരെ ധനികനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായി. ആഗ്രഹം ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് വിശുദ്ധ നാടായ ഇസ്രായേലിൽ പോയി അവിടെ സീനായി മലയുടെ മുകളിൽ കയറി അവിടെ നിന്നുകൊണ്ട് 10 കൽപ്പനകൾ ഉറക്കെ പറയണം. അദ്ദേഹത്തിന്റെ ഈ വലിയ ആഗ്രഹം അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പങ്കുവച്ചു. ഈ സുഹൃത്ത് വളരെ വിമർശകനായ ഒരു സുഹൃത്തായിരുന്നു. ഈ സുഹൃത്ത് ഈ മനുഷ്യനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു: നിങ്ങൾ ഇത്രയും കാശും ചെലവാക്കി ഇസ്രായേലിൽ പോയി സീനായി മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ 10 കൽപ്പനകൾ പറയുന്നതിലും നല്ലത് നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് 10 കൽപ്പനകൾ ഉച്ചത്തിൽ പറയുന്നതാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന വിരോധാഭാസങ്ങൾ ഇതുപോലെയാണ്. എപ്പോഴും നമ്മൾ ഭൗതികമായ ഒരു യാത്രയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കാറുള്ളത്. എന്നാൽ ആത്മീയമായ ഒരു യാത്രയെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടവരാകുന്നു എന്ന് ഈ ഹോശന്ന ഞായർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് പുറമേയുള്ള ഒരു യാത്രയല്ല, അകമേയുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് ഈ ഹോശന്ന ഞായറിലൂടെ നാം ചിന്തിക്കേണ്ടത്. അകമേയുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒരു ആത്മീക നിലയിൽ നിന്നും മറ്റൊരു ആത്മീക നിലയിലേക്ക്, ഒരു ആത്മീക സ്വഭാവത്തിൽ നിന്നും മറ്റൊരു ആത്മീക സ്വഭാവത്തിലേക്ക്, ഒരു ജീവിതാവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ആത്മീക ജീവിത അവസ്ഥയിലേക്ക്. നൽകപ്പെട്ട സുവിശേഷ വേദഭാഗം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യേശുവിന് തന്റെ യെരുശലേമിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി അവന് ചിലത് ആവശ്യമായിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആരെങ്കിലും കഴുതക്കുട്ടിയെ എന്തിനാണ് അഴിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അവരോട് ഇപ്രകാരം മറുപടി പറയണം: കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യം ഉണ്ട്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആവശ്യത്തിൽ ആയിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം എപ്പോഴും ചിന്തിക്കാറുള്ളത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ കഴിവുള്ള, അല്ലെങ്കിൽ നിറവേറ്റി തരുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. അങ്ങനെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ കഴിവുള്ളവനാണ് ദൈവമെങ്കിൽ അവൻ ആവശ്യത്തിൽ ഇരിക്കുമോ? അവന് ആവശ്യത്തിൽ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം: ആവശ്യത്തിൽ ആയിരിക്കുന്ന ഒരു കർത്താവ്, അല്ലെങ്കിൽ ആശ്രയത്തിൽ ആയിരിക്കുന്ന ഒരു ദൈവം. മനുഷ്യൻ ആശ്രയിക്കുന്ന ദൈവം ഇവിടെ ആശ്രയത്തിൽ, ഇവിടെ ആവശ്യത്തിൽ ആയിരിക്കുന്നതാണ് നാം കാണുന്നത്. വിശുദ്ധ സുവിശേഷത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ ഇപ്രകാരം കർത്താവ് ആശ്രയത്തിലായിരുന്ന, ആവശ്യത്തിലായിരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യത്തിലായിരുന്ന അനേക കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ പൂജാതനായപ്പോൾ അവന് കിടക്കുവാൻ മറ്റൊരുവന്റെ സ്ഥലം അവന് ആവശ്യമായിരുന്നു. അവന് 5000 പേരെ പോഷിപ്പിക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ടായപ്പോൾ അവിടെ അവന് 5 അപ്പവും 2 മീനും ഉള്ള ഒരു ബാലകനെ അവന് ആവശ്യമായിരുന്നു. അവൻ മരിച്ച് അവന് അടക്കപ്പെടുവാൻ മറ്റൊരുവന്റെ കല്ലറ അവന് ആവശ്യമായിരുന്നു. അതായത് സുവിശേഷത്തിൽ ഉടനീളം യേശുക്രിസ്തുവിന് നിരവധി ആവശ്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായി നാം മനസ്സിലാക്കുന്നു. ആ ആവശ്യങ്ങളെല്ലാം മറ്റുള്ളവരിലൂടെയാണ് നിറവേറ്റപ്പെട്ടത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് പ്രപഞ്ചത്തിന്റെ നാഥൻ ഇവിടെ ഒരു ആവശ്യക്കാരനായി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുമോ? ഇങ്ങനെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമോ? ആശ്രയത്തിൽ, ആവശ്യത്തിലായിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ
കഴിയുമോ? ഇത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ദൈവത്തെക്കുറിച്ച് മാത്രം അല്ല നാം ചിന്തിക്കേണ്ടത്, പകരം ദൈവത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന നമ്മെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കും. JW ജോൺസൺ എന്ന കവി തന്റെ ഒരു കവിതയിലൂടെ ഇപ്രകാരം പറയുന്നുണ്ട്. ദൈവം ഇറങ്ങി വന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒരു ലോകത്തെ സൃഷ്ടിക്കും. ദൈവം തന്റെ സൃഷ്ടിയിലൂടെ മനുഷ്യനിലൂടെ കൂട്ടായ്മയിലായിരിക്കുവാൻ, അല്ലെങ്കിൽ തന്റെ സൃഷ്ടിയുമായി മനുഷ്യനുമായി ബന്ധത്തിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ ഈ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ നിറവേറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സുവിശേഷ വേദഭാഗത്തിലെ കഴുതയെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഈ കഴുതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത ഇതാണ്: കഴുത സംസാരിക്കുന്നില്ല. കഴുത സംസാരിക്കാത്തതിൽ എന്താണ് ഇത്ര പ്രത്യേകത? മൃഗങ്ങൾ സംസാരിക്കാറില്ലല്ലോ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ കഴിയും, മൃഗങ്ങളും സംസാരിക്കുന്നുണ്ട്, കഴുത സംസാരിക്കുന്നുണ്ട്, ബിലയാമിന്റെ കഴുത സംസാരിക്കുന്നുണ്ടല്ലോ. ഇവിടെ യേശുക്രിസ്തുവിന്റെ ഈ യാത്രയിൽ യേശു സംസാരിക്കുന്നുണ്ട്, ശിഷ്യന്മാർ സംസാരിക്കുന്നുണ്ട്, പുരുഷാരമൊക്കെയും ആർക്കുകയും ഒരാർത്ത് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ യേശുവിന്റെ ശിഷ്യന്മാർ സംസാരിക്കുമ്പോൾ അവരോട് മിണ്ടാതിരിക്കുവാൻ, അവരെ വിലക്കുവാൻ യേശുവിനോട് പരീശന്മാർ പറയുന്നുമുണ്ട്. ആ നിമിഷം യേശു പറയുന്ന മറുപടി ഇപ്രകാരമാണ്: ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർക്കും. നമുക്ക് ഈ കഴുതയുടെ സ്വഭാവത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരാം. ഈ കഴുതയുടെ പ്രത്യേകത നോക്കൂ. യേശുവിന്റെ ഈ യാത്രയിൽ വളരെ ആർപ്പുവിളിയും ബഹളങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ നിശബ്ദമായി യേശുവിനെയും വഹിച്ചുകൊണ്ട് ഈ കഴുത മുന്നോട്ട് നീങ്ങുകയാണ്. ബഹളങ്ങളുടെയും ആർപ്പുവിളിയുടെയും മധ്യത്തിൽ നിശബ്ദമായി യേശുവിനെയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന കഴുത. ഇത് മറ്റൊരു വെല്ലുവിളിയാണ്. നിശബ്ദനായിരുന്നു കൊണ്ട് യേശുവിനെ വഹിക്കുവാൻ, ദൈവത്തെ വഹിക്കുവാൻ, യേശുവിന്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ആത്മീയത പലപ്പോഴും നമ്മുടെ സംസാരത്തിലും നമ്മുടെ വാക്കുകളിലുമാണ്. നാം ധാരാളം ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. എന്നാൽ നിശബ്ദതയിൽ ഉത്ഭവിക്കുന്ന ഒരു ആത്മീയത ഉണ്ട്. ഈ ആത്മീയതയാണ് കഴുതയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നിശബ്ദനായിരുന്നു കൊണ്ട് യേശുവിനെ വഹിക്കുവാനും നല്ല സാക്ഷിയായി തീരുവാനും ഫലപ്രദമായ ആത്മീയ ജീവിതം നയിക്കുവാനും നമുക്ക് കഴിയണം. അതായത് ദൈവത്തെ ആശ്രയിച്ചും നാം ഓരോരുത്തരും ദൈവത്തിന് നല്ലൊരു ആശ്രയമായും ജീവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. യെരുശലേം ദേവാലയത്തിൽ പ്രവേശിച്ച യേശു വിൽക്കുന്നവരെ പുറത്താക്കി. ഇവിടെ കോപാകുലനായ, ധൈര്യവാനായ ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്തിനാണ് യേശു കോപിച്ചത്? ദൈവത്തിന്റെ ആലയത്തെ, പ്രാർത്ഥനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. സമാധാനത്തിന്റെ പട്ടണമായ യെരുശലേമിലെ ദേവാലയം സമാധാനമില്ലാത്ത ഒരു ഇടമായി തീർന്നു. സെയിന്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന സഭാപിതാവ് പ്രത്യാശയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു: പ്രത്യാശയ്ക്ക് 2 മക്കളുണ്ട്. 1 കോപം, 2 ധൈര്യം. കോപം ഉണ്ടാകുവാൻ കാരണം ചില വ്യവസ്ഥിതികളാണ്, ദൈവഹിതകരമല്ലാത്ത ചില വ്യവസ്ഥിതികൾ. ധൈര്യത്തിന് കാരണം ഈ ദൈവഹിതമല്ലാത്ത വ്യവസ്ഥിതികളോട് എതിർത്ത് നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. ലോകത്തിന്റെ ദൈവഹിതമല്ലാത്ത വ്യവസ്ഥിതികളോട് എതിർത്ത് നിൽക്കുവാൻ ഏതൊരു ക്രൈസ്തവനും ഉത്തരവാദിത്വമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നത്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപർ ആകരുത് എന്ന്. ലോകത്തിലെ ആധിപത്യം പുലർത്തുന്ന ദൈവഹിതകരമല്ലാത്ത എല്ലാ വ്യവസ്ഥകളോടും ക്രൈസ്തവർ എതിർത്ത് നിൽക്കേണ്ടവർ തന്നെയാണ്. ഇനി നാം നോക്കുമ്പോൾ ഒരു നിരാശയുടെ അനുഭവം കൂടെ യേശുവിന്റെ ഈ യെരുശലേം ദേവാലയ യാത്രയുമായി ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം യേശുവിനെ വളരെ ആർപ്പ് വിളികളോടെ, വളരെ ആർപ്പോടുകൂടെ സ്വീകരിച്ച ജനത്തിന്
അവൻ അവരാഗ്രഹിച്ചതുപോലെ ആകാത്തതിൽ പിന്നീട് നിരാശയുണ്ടാകുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലുള്ള ക്രിസ്ത്യാനികൾ ദൈവത്തെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അവർ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു പഠനം ഉണ്ടായി. ന്യൂയോർക്ക് ടൈംസ് എന്ന മാഗസിനിൽ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വരികയും ഉണ്ടായി. ആ റിപ്പോർട്ട് പറയുന്ന പ്രകാരം ലോകത്തിലുള്ള ക്രിസ്ത്യാനികൾ പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. ആ 3 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈവം എന്തിനാണ് കഷ്ടത നൽകുന്നത്? എന്തിനാണ് എന്നെ കഷ്ടപ്പെടുത്തുന്നത്? രണ്ടാമത്തെ ചോദ്യം: ദൈവം എന്തിനാണ് എന്നെ വെറുക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം: ദൈവം എന്തിനാണ് എന്നെ വിരൂപമായി സൗന്ദര്യമില്ലാത്ത ഒരാളായി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്? ഈ ചോദ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യന്റെ ഒരു നിരാശയുടെ അനുഭവമാണ് ഈ ചോദ്യങ്ങൾക്ക് പിന്നിൽ ഉള്ളത്. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ മനസ്സിലാക്കലാണ് ഇത്തരങ്ങൾ ചോദിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. യെരുശലേം ദേവാലയത്തിൽ യേശുവിനെ ആർപ്പോടുകൂടെ സ്വീകരിച്ച ജനത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ചില സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയൊന്നും സാധിക്കാതെ വരുന്നതിൽ അവർക്ക് പിന്നീട് നിരാശ ഉണ്ടാകുന്നതായി നാം മനസ്സിലാക്കുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിലും നമ്മുടെ സ്വാർത്ഥപരമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ മാത്രമുള്ള ഒന്നായി ദൈവത്തെ കാണുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവത്തിലേക്ക് പോകുന്നതിന് കാരണമായി തീരാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മാത്രമുള്ള ഒരുവനല്ല ദൈവം. പകരം ദൈവത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നാമും തയ്യാറാവണം എന്ന ചിന്ത, ആ ദൈവകൃപയിൽ, ആ ദൈവഹിതത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, ദൈവത്തെ ശരിയായി മനസ്സിലാക്കി ജീവിക്കുവാൻ, ജീവിതയാത്രയിൽ നല്ല സാക്ഷിയായി മുന്നേറുവാൻ ഒരു തീരുമാനം എടുത്തവരായി ഈ ഹോശന്ന ഞായറിൽ നമുക്ക് മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോശന്ന ഞായർ ദിനത്തിന്റെ എല്ലാവിധമായ ആശംസകളും ഞാൻ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.